പുഷ്പ നീരാടുകയാണ്. അല്ലു അർജുൻ ഫയറാണ്, ഫയർ. ഒരു രക്ഷയില്ല. 360 ദിവസം ഹിറ്റ്. പിന്നെ ഫസ്റ്റ് പാർട്ട് ചെറിയൊരു ലാഗുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പാർട്ട് കുറച്ച് ലാഗാണ്. ഇപ്പോൾ 2 ലാഗ് കൂടെ വരുമ്പോഴേക്കും പടം സൂപ്പർ ഹിറ്റ്. ഫഹദ് ഫാസിലെ മലയാളത്തിൽ ഈ ലാഗുകൾ നമ്മളുടെ ഡയലോഗാണ്. ആണോ? നിങ്ങൾ എന്താ നമുക്ക് പണി വെക്കുകയാണ്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കായിരുന്നു. അടുത്ത അണ്ണനാണ്. ഞാനും 10 കാശ് ഉണ്ടാക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പുതിയ അടുത്ത അണ്ണനാവട്ടെ. നമുക്ക് ഒരുമിച്ച് പിടിച്ചാലോ? ഇത് ഒരുമിച്ച് പിടിക്കാം. നമുക്ക് ഒരുമിച്ച് റിവ്യൂ പറയാം. നമ്മൊരു പദ്ധതി ഇടാം. സീനിയർ ജൂനിയറും. സീനിയർ ജൂനിയർ. സന്തോഷേട്ടാ, ഞാൻ ഓടി വന്നെന്താ അറിയോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സന്തോഷേട്ടാ ഭയങ്കര ഒരു മാനസിക സംഘർഷത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. എന്താ പുതിയ ഒരു പൊട്ടിത്തെറി പ്രശ്നങ്ങൾ എന്താ ഉണ്ടായത്? പ്രശ്നങ്ങളാ? ഇതിപ്പോൾ ആൾക്കാർ ട്രോൾ നെഗറ്റീവ് മാത്രം എടുക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു ആൾക്കാരാണ്. നെഗറ്റിവിറ്റി വളരെ ഹൈ ആണ്. നെഗറ്റീവ് മാത്രം എടുത്തിട്ട് നമ്മൾ ക്രൂശിക്കണം. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ സന്തോഷ് വർക്കിയിൽ നിന്നും ആറാട്ടണ്ണനിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റവും ഇതിനൊരു കണക്ടിവിറ്റി അല്ലേ, ഇതിൻ്റെ ഒരു ഭാഗമല്ലേ? അത് മീഡിയ പ്രൊജക്റ്റ് ചെയ്ത രീതിയിലും ശരിക്കുള്ള ഞാനും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് കൂടുതൽ സന്തോഷ് വർക്കിയായിട്ട് അറിയപ്പെടാൻ താല്പര്യം. ഈ ആറാട്ടണ്ണനെ വെറുക്കാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ വെറുപ്പല്ല, അതൊരു കോമാളി ഇമേജാണ്. അതാണ് ഭൂരിഭാഗം ആൾക്കാരും, എസ്പെഷ്യലി പെൺകുട്ടികൾ മറ്റെല്ലാം ആ രീതിയിലാണ്. കാരണം എനിക്കൊരു ചാനലുള്ള കാര്യമോ യൂട്യൂബ് ചാനലുള്ള കാര്യമോ ഫേസ്ബുക്കിലുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല. ഇവര് ഈ ട്രോളാണ് ഏറ്റവും ആദ്യകാലത്തെ ട്രോൾ എൻജോയ് ചെയ്ത ആളാണ്. ഈ ട്രോളാണ് ഇവർ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ഈ ട്രോള് വെച്ചാണ് എന്നെ അവർ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്കെല്ലാം ഞാൻ ഇപ്പോൾ JRF എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടില്ല പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്, ചിന്തിക്കാൻ പറ്റണില്ല. പിന്നെ കുറച്ചെല്ലാം എൻ്റെ ഡ്രസ്സിങ് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഡ്രസ്സിങ് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ചുകൂടി ഇമേജ് കോൺഷ്യസ് ആവണേ. ഇമേജ് കോൺഷ്യസ് ആയെങ്കിൽ ഇത്ര വരില്ലായിരുന്നു. ഇടയ്ക്ക് ഈ യൂട്യൂബിലൊക്കെ കണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം സ്വയം വിചാരിച്ചിരുന്നോ അവർ കുറച്ച് നാൾ എന്നെ ഒന്ന് അങ്ങ് കൊണ്ടുപോട്ടെ, എൻ്റെ കണ്ടന്റ് അവരെടുത്തോട്ടെ എന്ന് വിചാരിച്ചിരുന്നോ? അല്ല, ഞാൻ ഇപ്പോഴും അതൊന്നും വിചാരിക്കുന്ന. ഞാൻ ഇതെല്ലാം സാമ്പത്തികമായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കിട്ടിയ കാശ് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോബ്ലം പറഞ്ഞാൽ ഞാൻ ആദ്യം വൈറലായപ്പോൾ എനിക്ക് അതിനോട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫാദർ ഹോസ്പിറ്റലായി. അന്ന് ആ പ്രോപ്പർട്ടി പ്ലാൻ ചെയ്ത് കുറച്ച് ഇമേജ് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ ഇന്ന് വേറൊരു ഇമേജ് ആയിരുന്നു. പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് എനിക്ക് ദേഷ്യമില്ല. കാരണം അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും പലതും ഉണ്ട്. ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിൽ മാരകമായിട്ടുള്ള പോസ്റ്റുകളും തുറന്നടിക്കലും ഒക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്? സൈബർ അറ്റാക്ക് ഭയങ്കരമാണ്. നമ്മൾ ഭയങ്കര നെഗറ്റിവിറ്റി വന്നിരിക്കാൻ സൈബർ അറ്റാക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കളിയാക്കുന്നത് ഭയങ്കരമാണ്. ഇപ്പോൾ ഞാൻ ലുലുമാൾ പോകുമ്പോൾ ഭയങ്കര കളിയാക്കലാണ്. പക്ഷെ അവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ആരാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഒന്നും അവർക്കറിയില്ല. ഇതൊന്നും അറിയാതെയാണ് ഇവർ പറയുന്നത്. ഈ ഫേസ്ബുക്കിൽ കുറേ ഈ പ്രണയാഭ്യർത്ഥനകൾ പോലെ ആളുകൾ പല കണ്ടന്റുകൾ ചേട്ടൻ്റെ പേരിൽ വ്യാപകമായി അടിച്ചിറക്കുന്നുണ്ട്. ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കാം, ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം, കുറേ സാധനങ്ങളുണ്ട്. ഞാനത് എന്താണെന്നുള്ളത് എടുത്ത് പറയുന്നില്ല, ചേട്ടൻ അറിയായിരിക്കും. ഞാനിപ്പോൾ അത് പറയാൻ നിർത്തിയിട്ട് കുറച്ച് നാളായി. 2 മാസമായിട്ട് അങ്ങനെ കാര്യം പറയാറില്ല. വിവാഹത്തെപ്പറ്റി ആലോചിച്ചപ്പം ഒരു സിനിമാ നടിയെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ഒരു നടിയോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളെ ജീവിതത്തിൽ കൂടെ കൂട്ടിയിരുന്നത് അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ സിനിമാക്കാരുടെ മാത്രമല്ല, അല്ലാത്ത ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ എല്ലാം ഒന്നും 2 സൈഡർ ആയിട്ടില്ല, എല്ലാം 1 സൈഡറായി. 1 സൈഡർ ലവ് പെയിൻഫുള്ളാണ് ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് തമാശയായി. ആരെങ്കിലും നേരിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? നിത്യമേനോട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വിവാഹം വൈകി? കാരണം ഇപ്പോൾ കേരളത്തിലെ ആണുങ്ങളുടെ അവസ്ഥ കുറച്ച് ദയനീയമാണ്. കാരണം നമ്മൾ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യാൻ നമ്മൾ സ്വത്തും കൊണ്ട് സ്ഥലം വിടും. നമ്മൾ ഗേൾ ഫ്രണ്ടിനെ ലിവിങ് ടൂറിൽ വെച്ച് കഴിഞ്ഞാൽ പീഡന കേസാണ്. ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് സന്തോഷമായിട്ട് ഇവര് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയെല്ലാം എനിക്കുണ്ട്. പിന്നെ നമുക്കൊരു ബാഡ് ടൈം വരുമ്പോൾ അവരുണ്ടാവില്ല. അതാണ് ഇപ്പം. പണ്ട് ആണുങ്ങളാണ് തേച്ചുകൊണ്ടിരുന്നത്, ഇപ്പം പെണ്ണുങ്ങളാണ് തേക്കുന്നത്. പണ്ട് ആണുങ്ങൾ ഭയങ്കര പ്രശ്നക്കാരായി. കാരണം അവർക്ക്, പക്ഷേ ഇപ്പം പെണ്ണുങ്ങൾക്ക് നിയമങ്ങൾ അനുകൂലമായതുകൊണ്ട് അവർ മുതലെടുക്കുകയാണ്. തിയേറ്റർ റിവ്യൂ എന്ന് പറയുന്ന സാധനം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു. അപ്പം ആറാട്ടണ്ണൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കുമോ? ഞാൻ ഇടയ്ക്ക് അപ്പായതിൻ്റെ ഇടയ്ക്ക് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനഃപൂർവ്വം ഒരു കോമാളിത്തരം കാണിച്ചിട്ടില്ല. പിന്നീട് വന്ന ആൾക്കാർ ഒരുപാട് കോമാളിത്തരം കാണിച്ചു. ഇപ്പം ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്
ലൈഫിലൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നു? അല്ല, ഇമേജ് ഒന്നും മാറണോണ്ടില്ല. ശരിക്കും ഞാനൊരു കോമാളി അല്ല. എന്നെ അങ്ങനെയാണ് പല ആൾക്കാരും, ഒരുപാട് ആൾക്കാരും കാണുന്ന അരിയിലാണ്. അപ്പോൾ അങ്ങനത്തെ ശരിക്കും ഞാൻ ആരാണെന്ന് ആൾക്കാർ അറിയണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല. അങ്ങനെ ഒരു പെട്ടെന്നൊരു ചിന്ത ഉണ്ടാവാനുള്ളൊരു കാര്യം? കാരണം എനിക്കറിയാം ഞാൻ ആരാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇവർ കാണുന്ന വേറെ രീതിയിലാണ്. ആൾക്കാരെന്നെ തെറ്റിയിരിക്കുക. ഐ എം വെരി മിസ്അണ്ടർസ്റ്റുഡ് പേഴ്സൺ. ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു, യൂറോപ്പിലേക്ക് യാത്ര പോകാൻ പോകുന്നു, ഫിലോസഫിയിൽ PhD ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം, എത്രത്തോളം സീരിയസ് ആയിട്ടാണ് അതൊക്കെ പറഞ്ഞത്? കാരണം ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ മദറിനെ നോക്കാമെന്ന കണ്ടീഷൻ വെച്ചാണ്. അല്ലെങ്കിൽ എനിക്ക് യൂറോപ്പിൽ പോയിട്ട് ഫുൾ പ്ലേ സ്കോളർഷിപ്പിൽ വെച്ച് റിസർച്ച് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചൊരു ഇമേജ് പറഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി, ആൽബർട്ട് ഐൻസ്റ്റീൻ പോലെയോ ബർട്ടൺ റസ്സലോ അങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയ ഇമേജ് ഒരു കോമാളി, ചാർലി ചാപ്ലിൻ്റെ ഇമേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു മേക്ക് ഓവറിനുള്ള തയ്യാറെടുപ്പിലാണ്? പ്ലാനാണ്, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പൃഥ്വിരാജിനെ പണ്ട് രാജപ്പനെ വിളിച്ച ആൾക്കാർ രാജുവേട്ടനെ വിളിച്ചില്ലേ, അങ്ങനെ ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ആദ്യം വന്നപ്പോൾ വളരെ ഒരു കോമാളിയായി. ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് കോമാളിയല്ല. അങ്ങനെ ചേഞ്ചാൻ ഞാൻ ആഗ്രഹിക്കണം. ഈ അറിയില്ല. ആളുകൾ പൊതുവെ സന്തോഷ് വർക്കി അല്ലെങ്കിൽ ആറാട്ടണ്ണനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആ ഒരു തുടക്കകാലത്തിലുള്ള ആ ഒരു ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ്. അതായത് സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ ഇരിക്കുന്നെങ്കിലും സന്തോഷ് പണ്ഡിറ്റിനെ കുറച്ച് പ്ലാൻഡ് ആയി. സന്തോഷ് പണ്ഡിറ്റ് ഒരു സ്ട്രാറ്റജിയും ഒരു പ്ലാൻ, ഒരു ബിസിനസ് പ്ലാൻ ആയിട്ട് ഇറങ്ങിയ ഒരു മാസ്റ്റർ മൈൻഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴെങ്കിലും ആ ഒരു സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് കോപ്പി ചെയ്യണമെന്ന് തോന്നിയോ? സന്തോഷ് പണ്ഡിറ്റ് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യണം. പക്ഷെ എൻ്റെ ഭാഗം അങ്ങനെയല്ല. ചേഞ്ച് വരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടുത്തെ ആളുകൾ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കേരളത്തിലല്ല, വേറെ സ്ഥലത്താണ് വൈറലായെങ്കിൽ വേറെ ലെവലിലേക്ക് പോയെന്ന്. ഞാൻ എൻ്റെ ഒരു ഭാഗ്യമാണ്, ഭാഗ്യത്തിന് വൈറലാണ്. അല്ല, അസൂയുള്ള ആൾക്കാർ പലരും ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ് പോകുന്ന അലൻ ജോസ് പെരേര പറഞ്ഞ ആളുണ്ട്. പുള്ളിക്ക് എന്നോട് ഭയങ്കര കോമ്പറ്റീഷനാണ്. പുള്ളി എപ്പോഴും ഭയങ്കര കോമ്പറ്റീഷനാണ്. ചില ആൾക്കാർക്ക് അസൂയുണ്ട്. ഈ അലൻ ജോസ് പെരേര എപ്പോഴെങ്കിലും പാര വെച്ചിട്ടുണ്ടോ? പണി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ പുള്ളിക്ക് ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുത്ത ആൾ ഞാനാണ്. പുള്ളിക്ക് ഇന്റർവ്യൂ കിട്ടിയപ്പോൾ പുള്ളി മീഡിയക്കാർ പറയാണ് ആറാട്ടനെ വിളിക്കണ്ട. ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ട് പുള്ളി ആൾക്കാർ പറയാണ് ആറാട്ടനെ വിളിക്കണ്ട. അങ്ങനെ കുറേ ഇത് നടന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഒരു കോട്ടിട്ടൊരു വീഡിയോ എടുത്തപ്പോൾ പുള്ളി കോട്ടിടാൻ വേണ്ടി ഇരിക്കുകയാണ്. സന്തോഷമായിട്ടൊരു ഒരു പോസ്റ്റ് വായിച്ചത്, അലിൻ ജോസ് പെരേരയ്ക്ക് ഒരു നടിയെ കാണുമ്പോൾ കമ്പിയാവും. അത് പുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്പി പോസ്റ്റുകൾ കാണുമ്പോൾ ഈ വായിക്കുന്നവർക്ക് കമ്പിയാവും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പറയണ്ടായില്ലെന്ന് തോന്നി പിന്നീട്. ഈ റീസെൻ്റ്ലി ഇന്നലെയും ഞാൻ കണ്ടിരുന്നു, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പി പോസ്റ്റുകളൊക്കെ ഇടുന്നത്. എന്താണ് ഈ കമ്പി പോസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അല്ല, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ലൈംഗിക ദാരിദ്ര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന കാര്യം അതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസരം വന്നു. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഖേദിക്കുന്നു. അത് നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്നു. പൈസയുടെ ആവശ്യത്തിന് വേണ്ടി എന്നാ ചെയ്തതാണ്. ഇപ്പം ഞാൻ നിർത്തിയാതോ, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കാം. അപ്പം ഇത്രയും സൈബർ ട്രോളിങ്ങും സൈബർ ബുള്ളിങ്ങും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പം ഈ ഓഡിയൻസിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. സ്വന്തം അപ്പനോട് സംസാരിക്കാത്ത ചെകുത്താനും മരിച്ചുപോയ അപ്പനെ മിസ് ചെയ്യുന്ന ആറാട്ടനും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. ഈ ചെകുത്താൻ പറയുന്നത് സ്ഫടികത്തിലെ ആടുതോമയാണ്. പുള്ളിക്ക് സ്ഫടികം ഭയങ്കര ഇഷ്ടമാണ്. സ്ഫടികത്തിലെ ചെകുത്താൻ പേര് കണ്ടിട്ടാണ് പുള്ളി ഇട്ടത്. പുള്ളി ബേസിക്കലി മോഹൻലാൽ വലിയ ഫാനായിരുന്നു. പിന്നെ ഫാൻസിയായിട്ട് ഉടക്കിയിട്ടുണ്ടായ പ്രശ്നമാണ്. ഞാൻ കുറച്ചുകൂടെ കിരീടത്തിലെ സേതുമാധവനാണ്. അപ്പോൾ ആ കിരീടത്തിലെ സേതുമാധവനും സ്ഫടികത്തിലെ ആടുതോമനും വ്യത്യാസമുണ്ട്. പുള്ളിയുടെ ഫാദറും സംസാരിക്കാറില്ല. പക്ഷെ ചെകുത്താൻ എന്തൊക്കെ വന്നാലും ഒരു ആവശ്യം വന്ന് ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ചെകുത്താൻ എമ്പതി ഉണ്ട്, പക്ഷെ ഫീലിങ്സ് ഇല്ല. എന്നെ കളിയാക്കുന്നവർ ഒരു കാലത്ത് തന്നെ മനസ്സിലാക്കും. പ്രതീക്ഷയുണ്ട്, പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസാണ് ഈ നടിയെ ആക്രമിച്ച കേസ്. അപ്പം അതിൽ ഒരു വിധി പറയും പോലെ ആ നടനെതിരെ തുറന്നടിക്കാനുള്ള ചേതോ വികാരം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തില്ല. പറഞ്ഞു ദിലീപ് എന്ന് പറയുന്ന ആളെ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഉള്ള ഞാൻ പറയാം, ദിലീപ് മണ്ടേ തിലകം പറഞ്ഞിട്ടുണ്ട് ദിലീപ് വിഷമാണ്. പക്ഷേ ഞാൻ ആദ്യമേ എനിക്ക് വളരെ ഞാൻ വിചാരിച്ചു ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശ്രീലേഖ IPS അങ്ങനെ കുറേ ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് പറയണം. അപ്പോൾ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. 50% അയാൾ ചെയ്താവാം, 50% അയാൾ ട്രാപ്പ് ആയതാവാം. സുരേഷ് ഗോപിക്കെതിരെ എഴുതിയിട്ടുണ്ടല്ലോ. കാരണം സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, പക്ഷെ പുള്ളിക്കൊരു വർഗീയവാദമുണ്ട്. എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനെ ജനിക്കണം പറഞ്ഞ ആളാണ്. അപ്പോൾ സുരേഷ് ഗോപി മനുഷ്യനെക്കാട്ട് സ്നേഹിക്കുന്ന മതത്തെയാണ് അപ്പോഴെനിക്ക് മനസ്സിലായത്. ഒരു കാലത്ത് മോഹൻലാലിൻ്റെ അളവറ്റൊരു ആരാധകനായിരുന്നു
പിന്നീട് ഈ ഒരു ആറാട്ടൻ എന്നുള്ളൊരു ഇമേജ് വന്നതിന് ശേഷമാണല്ലോ ആ ഒരു അഫെക്ഷനോടൊരു ചേഞ്ച് വന്നത്. അപ്പം അത് പെയിൻഫുൾ ആണോ, അതോ ലാലേട്ടനോട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ലാലേട്ടനായിട്ട് 4-5 തവണ സംസാരിച്ചിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കുഴപ്പമാണ്. പുള്ളി എന്നെ തെറ്റിദ്ധരിച്ചു, എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വർത്താൻ പറഞ്ഞു. അതെനിക്ക് വളരെ ഫീൽ ചെയ്തു. പുള്ളിയുടെ സ്വഭാവം പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും പുള്ളി വേദനിപ്പിച്ചാൽ പുള്ളി അപ്പം റിയാക്ട് ചെയ്യില്ല, പക്ഷെ ജീവിതകാലം പോയി മനസ്സിൽ വെക്കും. മമ്മൂട്ടി അങ്ങനെയല്ല, ആ മൊമെന്റിൽ റിയാക്ട് ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞാൽ മറക്കും. ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം, മോഹൻലാലിനെ മാറ്റിയത് ആന്റണി പെരുമ്പാവൂരാണ്. പണ്ട് മോഹൻലാലിന് അതിന് സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ടിരുന്നതും അല്ല, മോഹൻലാലിന്റെ വ്യക്തിയെ മാറ്റിയത് ആന്റണി പെരുമ്പാവൂരാണ്. എന്നെ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി, അന്ന് മുതൽ മോഹൻലാൽ സിനിമകൾ ഫ്ലോപ്പ് ആവാൻ തുടങ്ങുകയും ചെയ്ത. മോഹൻലാൽ ചുറ്റുമുള്ള നടക്കുന്ന കുറെ എർത്തുകളുണ്ട്, അവരാണ് മോഹൻലാൽ നശിപ്പിക്കുന്നത്, അല്ല മോഹൻലാലല്ല. അത് മമ്മൂട്ടിയും പറഞ്ഞിട്ടുണ്ട്, ലാൽ ബേസിക്കലി നല്ലവനാണ്, പക്ഷെ ലാലിന് ചുറ്റുമുള്ള ആൾക്കാരാണ് ലാലിനെ നശിപ്പിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്. ലാൽ ബേസിക്കലി നല്ല മനുഷ്യനാണ്, ലാലിന് ചുറ്റുമുള്ള ആൾക്കാരാണ് നശിപ്പിക്കുന്നത്, പുള്ളിയുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് പുള്ളി നശിപ്പിക്കുന്നത്. നമുക്ക് സാധാരണ അങ്ങനെ പറയാറില്ല. ശ്രീനിവാസനെ പറഞ്ഞ പലതും കറക്റ്റാണ്, ശ്രീനിവാസനെ ലാലിനെ വെച്ച് പറഞ്ഞ കറക്റ്റാണ്. അത് പുള്ളിയുടെ കയ്യിലല്ല, പുള്ളിയല്ല കൺട്രോൾ ചെയ്യുന്ന, പുള്ളിയുടെ കയ്യിൽ വിട്ടുപോയി. അത് ഈ നടൻ ബാല ശാരീരികമായി ഹേർട്ട് ചെയ്തു 2 തവണ വീട്ടിൽ വിളിച്ച് അടിച്ചാണ് ഫിസിക്കലി കേസില്ല എന്ന് പറഞ്ഞു. കാരണം പുള്ളി വളരെ ഇമോഷണൽ ആയിട്ട് ആളാണ്. പുള്ളിക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം, സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹം, വൈരാഗ്യം വന്നാൽ ഭയങ്കര വൈരാഗ്യം. ഈ ചെകുത്താനായാലും ഇവർ രണ്ടുപേരും അയ്യപ്പനും കോശിയും പോലെയാണ്. ഇവരെ ഒന്നിപ്പിക്കാണ് ഞാൻ നോക്കിയത്. രണ്ടുപേരുടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഞാൻ ചെകുത്താൻ്റെ അടുത്ത് പോകുന്ന ബാലയ്ക്ക് ഇഷ്ടമല്ല, ഞാൻ ബാലയുടെ അടുത്ത് പോകുന്ന ചെകുത്താനും ഇഷ്ടമല്ല. പക്ഷെ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. ഈ സത്യം തുറന്ന് പറയുന്നവരെല്ലാം മാനസിക രോഗിയാണെന്ന് പറയുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ട്. സോക്രട്ടീസിൽ എന്താ ചെയ്ത, കൊന്നുകളെ ചെയ്ത. ഇവിടെ സത്യം ബ്രൂണോനെ കൊന്നില്ലേ, സത്യം പറഞ്ഞ ആൾക്കാർക്കെല്ലാം മരണമാണ് നടന്നിരിക്കുന്നത്. ഒരു മാധ്യമം ഇപ്പോൾ റീസെൻ്റ്ലി അവരവരുടെ ടൈറ്റിലാക്കി കൊടുത്തത് എല്ലാ ഹാൻഡ് ഷേക്കുകളും നിഷ്കളങ്കമല്ല. ഞാൻ വായിച്ചു. പക്ഷെ എൻ്റെ ഭാഗത്ത് നിഷ്കളങ്കമായ ഒരു ഹാൻഡ് ഷേക്കായ അലൻ ജോസ് പെരേര ഒരു ആർട്ടിസ്റ്റിന് ഒരു പേര് പറയാനില്ല പറഞ്ഞിട്ടേ പണ്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത്, ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ അലൻ ജോസ് പെരേര എന്നോട് വന്ന് പറയാൻ അയാൾക്ക് സുഖം കിട്ടിയെന്ന് ആ ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ. പക്ഷെ എൻ്റെ എല്ലാ ഷേക്ക് ഹാൻഡും ഗുഡ് ടച്ചായി. ഗുഡ് ടച്ച് ആണ് ലവ്വിൽ നിന്നാണ്, ബാഡ് ടച്ച് ആണ് ലസ്റ്റാണ്. ഞാൻ നല്ല നിഷ്കളങ്കമായിട്ട് തന്നെയാണ് കൈ കൊടുത്തത്. പക്ഷെ അന്ന് അവർ ബിസിയായി പോയി. ആ ആർട്ടിസ്റ്റ് അവരെ ഒരുപാട് ആൾക്കാർ അറ്റാക്ക് ചെയ്തു, അതല്ല അവർ ജാടയല്ല കാണിച്ചത്. അവർ ആ സമയത്ത് ബിസിയായി പോയി, പോകാനുള്ള തിരക്കിലായി. അതിനെ വളച്ചു ഓടിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവർ. ഷറഫുദ്ദീന് കൈ കൊടുത്തു, ഈ ഐസലക്ഷ്മിക്കാണ് കൈ കൊടുത്ത വേറെ വീഡിയോ റിവ്യൂ കൊടുത്തു. ഇതൊന്നും വൈറലായില്ല. ഇതിന് മീഡിയക്കാരുടെ കുഴപ്പമല്ല, ഇത് ജനങ്ങളുടെ കുഴപ്പമാണ്. ജനങ്ങൾക്ക് വേണ്ടത് നെഗറ്റീവാണ്. കൈ കൊടുക്കാൻ പോകുന്ന, ഹാൻഡ് ഷേക്കിന് കൊടുക്കാൻ പോകുന്ന നടിമാർക്ക് ഇത് ഗുഡ് ടച്ച് ആണ് എന്ന് മനസ്സിലാക്കുന്ന എന്തെങ്കിലും സിഗ്നൽ കൊടുത്തിട്ടുണ്ടോ എപ്പോഴും? നമ്മൾ ഷേക്ക് ഹാൻഡിൽ കൊടുക്കുന്നില്ല. ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് പറഞ്ഞു കണ്ണ്, ഹേമ കമ്മിറ്റിയിൽ ഈ നടിമാർ എന്തൊക്കെയാണ് നേരിട്ടിരിക്കണം. ഞാൻ ഒരു കൈയല്ലേ കൊടുത്തുള്ളൂ, അത് എൻ്റെ ഭാഗത്ത് നിഷ്കളങ്കമായിട്ട് തന്നെ ഞാൻ കൊടുത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ ഇപ്പോൾ ഏകദേശം ഒരു അവസാനത്തിലേക്ക് വരികയാണ്. നമ്മളിനി അടുത്തൊരു ചെറിയൊരു സെഗ്മെൻറ്റിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നടിമാരുടെയും നടന്മാരുടെയും പേര് ഞാൻ പറയും. ആ പേര് പറയുമ്പോൾ മനസ്സിൽ എന്താണ് വരുന്നത് അതിനൊരു ഡിസ്ക്രിപ്ഷൻ പറയാം. ഓക്കെ. നിത്യ മേനോൻ വളരെ ടഫായിട്ടുള്ള, വളരെ വ്യക്തിത്വമുള്ള ഒരാളാണ്. ഐശ്വര്യലക്ഷ്മി നല്ലൊരു ആക്ട്രസ് ആണ്, കുറച്ച് നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഹണി റോസ് വലിയ ആക്ടർ എന്ന് പറയാൻ പറ്റും, ഗ്ലാമറസ് ആണ്. അന്ന രാജൻ ആദ്യം വന്നപ്പോൾ വളരെ ജെന്യൂനായി തോന്നി, പക്ഷെ ഇപ്പോൾ വളരെ ഗ്ലാമറസ് ആയി മാറും. സൗബിൻ ഷാഹിർ പണ്ട് വളരെ ഒരു പാവ മനുഷ്യനാണ് വിചാരിച്ചു, ഇപ്പൊ അങ്ങനെയല്ല. കമൽ ഹാസൻ നല്ലൊരു കലാകാരനാണ്, പക്ഷെ നല്ലൊരു മനുഷ്യനല്ല. നിഖില വിമൽ ബോൾഡാണ്, പക്ഷെ ചളി കുറച്ച് കൂടുന്നു. ടൊവിനോ തോമസ് നല്ല സുന്ദരനാണ്, പക്ഷെ വലിയ നടനാണ് പറയാൻ പറ്റില്ല. നിവിൻ പോളി വളരെ സ്ട്രൂഡാണ്, പക്ഷെ ഭയങ്കര ഗ്രേറ്റ് ആക്ടറായിട്ട് തോന്നിയിട്ടില്ല. മമ്മൂട്ടി വളരെ അച്ചടക്കമുള്ള നടനാണ്, പക്ഷെ ലാലേട്ടൻ്റെ അത്രയും ടാലൻ്റ് അല്ല. ആസിഫ് അലി നല്ലൊരു മനുഷ്യനും നല്ലൊരു നടനുമാണ്. മഞ്ജു വാര്യർ വളരെയധികം ടാലൻറ്റഡ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്, പക്ഷെ പലരോടും വൈരാഗ്യമുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് ഏകദേശം അവസാനിച്ചു. ഇനി ഒരു സെഗ്മെൻറ്റ് കൂടെ ഉണ്ട്. അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കും. അപ്പം അതിനോടുള്ളൊരു ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളതാണ്. അടുത്തിടെ കോട്ടിട്ട് വന്നല്ലോ, അപ്പോൾ അതിന് വന്നൊരു കമൻറ്റാണ്, കോട്ടിൻ്റെ വാടക നിത്യാമേനോൻ കൊടുക്കണമായിരിക്കും. ആ ഒരു സാമ്പത്തിക ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഏതെങ്കിലും നടിയെ കണ്ടാൽ സകല പഠിപ്പും പാഴായി പോകും,
പിടിവിടും, വലത് കൈ നീളും, ഷേക്ക് ഹാൻഡിനായി. എനിക്ക് നടിമാരെ കല്യാണിക്കാൻ ഒരു നിർബന്ധവുമില്ല. ഒരു നല്ല പെൺകുട്ടി മതി. പഠിച്ച് വട്ടായി പോയ ആളാണ് ആറാട്ടണ്ണൻ. പഠിത്തത്തേക്കാൾ കൂടുതൽ ചിന്തയാണ്. ചിന്തിച്ച് ഭ്രാന്തനാണ് പറയാം. എൻ്റെ നാട്ടിലുമുണ്ട് ഇതുപോലെ പെണ്ണ് കിട്ടാത്ത ഡാഷ് മൂത്ത്. ഇപ്പോൾ പുള്ളിക്കാരൻ ഫുൾ ഇംഗ്ലീഷാണ്. ഞാൻ പെണ്ണ് കിട്ടാതെ ഞാൻ അനുഭവിച്ചോളാം, ഞാൻ സഹിച്ചോളാം, അവൻ സഹിക്കണ്ട. തേങ്ങ എത്ര അരച്ചാലും എന്താ താളല്ലേ കറി. അത് നിന്റെ അവസ്ഥ അത് തന്നെയാണ്. എന്തൊക്കെ ആയാലും രാത്രി അണ്ണൻ വേറെ ലീഗാണ്. അത് ഞാൻ മാത്രമല്ല, വളരെ ആ ലീഗിൽ പോകാറുണ്ട്. ഇയാളെ ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കേ വേണ്ട. ശരിയാണ്, അണ്ണൻ എല്ലാം പറയാറുണ്ട്. രാവിലെ ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ രാത്രി ആകുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ്. നിനക്ക് രണ്ടാമത്തെ കാര്യം പറയാൻ പറ്റില്ല. ക്വാണ്ടം മെക്കാനിക്സ് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്ക് വയ്ക്കാൻ വയ്യ, ചിരിക്കാനും വയ്യ. എന്തായാലും ഇങ്ങനെയുള്ള കുറേ കമന്റുകൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. ഓക്കെ. ചിലരിൽ ഭയങ്കര കോമഡിയാണ്. ഈ പെരേരയുടെ കമന്റ്സ് ആണ് ചിരിച്ചാവുന്നത്. ഓക്കെ, സോറി ഫോർ അബ്യൂസീവ് വേർഡ്സ്. ആരും ഒന്നും വിചാരിക്കരുത്. ഇത് ജസ്റ്റ് കമന്റുകൾ, ജസ്റ്റ് ഒരു ഫൺ സെഗ്മെന്റ് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. നത്തിങ് ഒഫെൻസീവ് അല്ലേ? ഒഫെൻസീവ് ആയിട്ട് ഒത്തരത്ര. അപ്പോൾ നമ്മളെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കയ്യിലൊരു ഫ്ലാപ്പ് തരും. അതിലൊരു തംസ് അപ്പ് ഉണ്ടാവും, ഒരു തംസ് ഡൗൺ ഉണ്ടാവും. ഇതാണ് സാധനം. എൻ്റെ കയ്യിലൊരു 10 ചോദ്യങ്ങളുണ്ട്. അതിനുള്ള മറുപടി ആയിരിക്കും ഇത്. ഞാനാ കാണിക്കുന്നത്. പിന്നെ ഞാനാ കാണിക്കുന്നത്. നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുക, അതാ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം. ആറാട്ടണ്ണൻ രാത്രി ലൈവിൽ വരുന്നത് തണ്ണി അടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഞാൻ മദ്യപിക്കാറില്ല, സിഗരറ്റ് വലിക്കാറില്ല, ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. ഒരു ബാഡ് ഹാബിറ്റ് എനിക്കില്ല. ഓക്കെ, വെരി ക്ലീൻ ആൻഡ് ഹെൽത്തി ആണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി പോലെയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇനി ഒരു പ്രണയം ഉണ്ടാവും. ഇനിയുണ്ടോ? ഉണ്ടാവും. അതൊരു സിനിമ നടിയായിരിക്കുമോ? അത് എന്നെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. അറേഞ്ച്ഡ് മാരേജിനോടാണ് സന്തോഷ് വർക്കിക്ക് താല്പര്യമില്ല. ലവ് മാരേജ് താല്പര്യം. ലവ് മാരേജിനോടാണ് താല്പര്യം. കുറച്ച് നാൾ പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നാണോ? തമ്മിൽ മനസ്സിലാക്കിയിട്ടോ? തമ്മിൽ മനസ്സിലാക്കി. ഞാൻ മറ്റുള്ള പോലെ അല്ല പഠിക്കുന്നത്. ഈ സാറിന് ആണെങ്കിൽ പോസിറ്റീവ് മാത്രം കാണിക്കും, ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് കാണിക്കും. ഓക്കെ, ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട്? ഇതുവരെ ഉണ്ടായിട്ടില്ല. വിർജിൻ ആണോ? ആണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് റെഗുലറായി ഉണ്ടാകാറുണ്ട്? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആറാട്ട് സിനിമ ഇറങ്ങണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ആറാട്ട് സിനിമ ഇറങ്ങിയതുകൊണ്ട് ഗുണമുണ്ടായി എനിക്ക് മാത്രമേ പറയണ്ട. പക്ഷെ എനിക്ക് ചിലപ്പോൾ അവിടെ വളരെ നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും കല്യാണം ഞങ്ങളൊക്കെ വിളിക്കുമല്ലോ? എല്ലാവരും വിളിക്കും. ഓക്കെ, ഓൾറെഡി വെൽക്കം. എല്ലാവരും വെൽക്കം. മലയാളികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. മലയാളികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിലും ക്രഷ് വരെ നിൽക്കുള്ളൂ. അപ്പം എപ്പോഴത്തെയും പോലെ നിങ്ങളെ കുറിച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ള ആളാണ്. അടുത്ത കുഞ്ചാക്കോ പോവാനാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ സിനിമയിൽ ഇറങ്ങണം. ചാക്കോ ചേട്ടാ, നിങ്ങളെ പണി പോയി. നിങ്ങൾ നല്ല ഭംഗിയുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്. അപ്പോൾ ശരി, നമ്മൾ ഓഡിയൻസിനോട് എന്താണ് ലാസ്റ്റ് പറയാനുള്ളത്? നിങ്ങൾ കുറച്ചുകൂടി നല്ല മനസ്സ് കാണിക്കൂ, മനുഷ്യത്വം കാണിക്കൂ, എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, അപ്പം എന്നാ എന്നോട് പറ എന്ന ഷോയിൽ നിന്നും സന്തോഷ് വർക്കിയോടൊപ്പം ഞാനും എന്ന് നിങ്ങളോട് ഗുഡ് ബൈ പറയുകയാണ്. മറ്റൊരു അതിഥിയുമായി നമ്മൾ വീണ്ടും ഉറപ്പായും കാണും അടുത്ത ആഴ്ച. അതുവരേക്കും ബൈ.